നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുവത്സരാഘോഷങ്ങൾക്കിടെ മുംബൈ നഗരത്തിൽ ബോംബ് ഭീഷണി. നഗരത്തിൽ പലയിടത്തും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് അജ്ഞാതന്റെ ഭീഷണി ഫോൺ കോൾ. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കോൾ ലഭിച്ചത്. മുംബൈയിൽ സ്ഫോടനം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ കോൾ കട്ട് ചെയ്തു. സംഭവത്തെ തുടർന്ന് മുംബൈ പോലീസിന് അതീവ ജാഗ്രതയിലാണ്. കോളിനെ തുടർന്ന് നഗരത്തിലെ നിരവധിയിടങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി പോലീസ് വക്താവ് പറഞ്ഞു. എന്നാൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. വിളിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് മുംബൈ പോലീസ് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം മുംബൈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2-ൽ സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ബിറ്റ്കോയിനായി $1 മില്യൺ നൽകിയില്ലെങ്കിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നായിരുന്നു സന്ദേശം. ഒരു ഇമെയിൽ ഐഡിയിൽ നിന്നാണ് മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലേക്ക് വ്യാഴാഴ്ച ഫോൺ കോൾ എത്തിയത്. തുടർന്ന് മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് നിങ്ങളുടെ വിമാനത്തിനുള്ള അവസാന മുന്നറിയിപ്പാണ്. 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2-ൽ സ്ഫോടനം നടത്തും. ഇത് ഒഴിവാക്കാൻ $1 ദശലക്ഷം ബിറ്റ്കോയിനായി നൽകുക. 24 മണിക്കൂറിന് ശേഷം മറ്റൊരു മുന്നറിയിപ്പ് നൽകും. ഇമെയിലിൽ ഈ ഒരു വാക്കുകളായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഭീഷണിയെ തുടർന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ IPC പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പോലീസ് FIR ഫയൽ ചെയ്യുകയും കേസിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. മെയിലിന്റെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസം ട്രാക്ക് ചെയ്തതായി പോലീസ് അറിയിച്ചു. എന്നാൽ ഇമെയിൽ അയച്ചയാളുടെ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സെപ്റ്റംബർ 5-നും കാമാത്തിപുരയിൽ ബോംബ് സ്ഫോടനം നടക്കുമെന്ന് ഇത്തരത്തിൽ ഭീഷണി ഫോൺ കോൾ ലഭിച്ചിരുന്നു. മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വിളിച്ചായിരുന്നു ഭീഷണി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഓഗസ്റ്റ് 13-നും സമാന സംഭവമുണ്ടായി. ബോംബ് സംബന്ധിച്ച് വ്യാജ സന്ദേശം നൽകിയതിന് 43-കാരനായ ഒരാളെ മുംബൈ പോലീസ് പിടികൂടിയിരുന്നു. അടുത്തിടെ കോയമ്പത്തൂർ നഗരത്തിലും ബോംബാക്രമണം നടത്തുമെന്ന് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഒന്നിലധികം സ്ഥലങ്ങളിൽ പെട്രോൾ ബോംബുകൾ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ കോയമ്പത്തൂർ പോലീസിനാണ് ലഭിച്ചത്. BJP ഓഫീസുകൾ ഉൾപ്പെടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പെട്രോൾ ബോംബ് എറിയുമെന്നാണ് ഭീഷണി. ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പോർട്ടലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. എന്നാൽ കോയമ്പത്തൂർ സിറ്റി കമ്മീഷണർ ഇതിനെ വ്യാജ ഇമെയിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതൊരു വ്യാജ മെയിലാണെന്നും പോലീസ് അന്വേഷിക്കുകയാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒക്ടോബർ 23-ന് കോയമ്പത്തൂരിലെ ഉക്കടത്ത് നടന്ന കാർ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിന് സമീപം വെച്ച IED ഘടിപ്പിച്ച കാർ പൊട്ടിത്തെറിച്ച് ജമേഷ മുബിനാണ് കൊല്ലപ്പെട്ടത്. ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ ഇതുവരെ 14 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനും ബോംബ് ഭീഷണി വന്നിരുന്നു. പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലാണ് സന്ദേശമെത്തിയത്. പൊഴിയൂരിൽ നിന്നാണ് സന്ദേശമെത്തിയത്. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് വിശദമായി പരിശോധന നടത്തുകയാണ്. അതേസമയം ഫോൺ വിളിച്ചയാളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. കുളത്തൂർ സ്വദേശി നിതിനാണ് വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയതെന്ന് റിപ്പോർട്ട്. മാനസികാസ്വാസ്ഥ്യം ഉള്ളയാളാണ് ഇയാളെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. രാവിലെ 11 മണിയോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സന്ദേശമെത്തിയത്. സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും ഉച്ചയ്ക്ക് ബോംബ് വെക്കുമെന്നാണ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഇതോടെ പോലീസ് സന്ദേശത്തിന് ഉറവിടം തേടിയുള്ള അന്വേഷണവും ആരംഭിച്ചു.